റിവർലാൻഡ്സിലെ നദി ശാന്തമായി ഒഴുകുന്നു. പക്ഷേ ആ അന്തരീക്ഷം മരണത്തിന്റെ മരവിപ്പ് നിറഞ്ഞതായിരുന്നു. നദിയുടെ നടുവിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ റോബ് സ്റ്റാർക്കും ബ്രിൻഡൻ ബ്ലാക്ക്ഫിഷ് ടള്ളിയും നിൽക്കുന്നു. അവരുടെ മുന്നിൽ ഒരു ചെറിയ തോണിയിലായി ഹോസ്റ്റർ ടള്ളിയുടെ ശവമഞ്ചം കിടക്കുന്നു. അവർ ആ തോണി ഒഴുക്കിവിട്ടു. മരണം കനപ്പിച്ച നിശബ്ദതയിൽ അവർ കരയിലേക്ക് മടങ്ങി. അവിടെ കാറ്റ്ലിൻ സ്റ്റാർക്കും താലിസായും കണ്ണീരടക്കി നിൽക്കുന്നു. കാറ്റ്ലിനിന്റെ മുഖത്ത് അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ തീരാത്ത വേദനയുണ്ടായിരുന്നു. ഹോസ്റ്ററിന്റെ മകനും പുതിയ ലാർഡുമായ എഡ്മ്യൂർ വില്ലുമായി മുന്നോട്ടുവന്നു. ഒഴുകിയകലുന്ന തോണിയിലേക്ക് തീപ്പന്തം എയ്തു കത്തിക്കുക എന്നത് ടള്ളി കുടുംബത്തിന്റെ ആചാരമാണ്. എഡ്മ്യൂർ വില്ല് കുലച്ചു. എല്ലാവരും അവനെ ഉറ്റുനോക്കുന്നു. കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവൻ ആദ്യത്തെ അമ്പെയ്തു. അത് ആകാശത്തിലൂടെ പാഞ്ഞുപോയി. പക്ഷേ ലക്ഷ്യം തെറ്റി അത് വെള്ളത്തിൽ വീണു. ജനം അസ്വസ്ഥരായി പിറുപിറുത്തു. എഡ്മ്യൂറിന്റെ മുഖം ചുവന്നു. അവൻ രണ്ടാമതും ശ്രമിച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ അമ്പും പാഴായി. തോണി ദൂരേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ഇതുകണ്ട് റോബിന് ചിരി നിയന്ത്രിക്കാനായില്ല. ബ്രിൻഡൻ അക്ഷമനായി. എഡ്മ്യൂർ മൂന്നാമതും ശ്രമിച്ചു. അതും പരാജയപ്പെട്ടു. ദേഷ്യം സഹിക്കാനാവാതെ ബ്രിൻഡൻ എഡ്മ്യൂറിനെ തള്ളിമാറ്റി വില്ല് പിടിച്ചു വാങ്ങി. ബ്രിൻഡൻ ആകാശത്തേക്ക് നോക്കി കാറ്റിന്റെ ഗതി മനസ്സിലാക്കി. തോണി ഇപ്പോൾ വളരെ ദൂരെയാണ്. ഒരൊറ്റ നോട്ടത്തിൽ അയാൾ ഉന്നം പിടിച്ചു. അയാൾ അമ്പ് തൊടുത്തുവിട്ടു. അമ്പ് ലക്ഷ്യത്തിൽ തറയ്ക്കുന്നതിനു മുമ്പേ അത് കൊള്ളുമെന്നുറപ്പുള്ളതുപോലെ ബ്രിൻഡൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. ആ അമ്പ് കൃത്യമായി തോണിയിൽ വീണു. നിമിഷനേരം കൊണ്ട് തോണി കത്തിയെരിഞ്ഞു. കാറ്റ്ലിനിന്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. ബ്രിൻഡൻ ഗൗരവത്തോടെ നടന്നു നീങ്ങി. പിന്നീട് റിവർ റണ്ണിലെ യുദ്ധമുറിയിൽ അന്തരീക്ഷം സംഘർഷഭരിതമായിരുന്നു. എഡ്മ്യൂർ തന്റെ വിജയം ആഘോഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, സ്റ്റോൺ മില്ലിൽ എന്റെ ലെഫ്റ്റനന്റുമായി ഉണ്ടായ പ്രശ്നം. എഡ്മ്യൂർ പറയാൻ തുടങ്ങി. ആ നശിച്ച മില്ലിനെക്കുറിച്ചുള്ള സംസാരം നിർത്ത്. പിന്നെ അവനെ മരുമകൻ എന്ന് വിളിക്കരുത്. അവൻ നിന്റെ രാജാവാണ്. ബ്രിൻഡൻ പൊട്ടിത്തെറിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് എഡ്മ്യൂറിന്റെ അഹങ്കാരം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ല. എഡ്മ്യൂർ ന്യായീകരിക്കാൻ ശ്രമിച്ചു. നിന്റെ ഭാഗ്യം. ഞാനല്ല നിന്റെ രാജാവ്. നിന്റെ മണ്ടത്തരങ്ങൾ വിജയമായി ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ബ്രിൻഡൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ മണ്ടത്തരം കാരണമാണ് ടൈവിൻ ലാനിസ്റ്റർ പേടിച്ചോടിയത്. എല്ലാ യുദ്ധങ്ങളും റോബ് തന്നെ ജയിച്ചാലേ യുദ്ധം ജയിക്കൂ എന്നാണോ? എഡ്മ്യൂർ അഹങ്കാരത്തോടെ പറഞ്ഞു. വിഷയം വിജയമല്ല. അവനെ കാത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. റോബ് ശാന്തനായി, എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു. എഡ്മ്യൂർ പറഞ്ഞു. ഞാൻ കിട്ടിയ അവസരം മുതലെടുത്തു. ഞങ്ങൾ മൗണ്ടനെ തോൽപ്പിച്ചു. റോബിന് ദേഷ്യം വന്നു. ആ മില്ലുകൊണ്ട് എന്തു ഗുണമാണുള്ളത്? മൗണ്ടൻ ഇപ്പോൾ അവിടെയുണ്ടോ? ഞാൻ മൗണ്ടനെ പടിഞ്ഞാറോട്ട് നമ്മുടെ മണ്ണിലേക്ക് വലിച്ചിഴക്കാനാണ് ശ്രമിച്ചത്. അവിടെ വച്ച് അവനെ വളഞ്ഞുപിടിച്ച് കൊല്ലാമായിരുന്നു. പകരം എനിക്കിപ്പോൾ കിട്ടിയത് ഒരു മില്ല് മാത്രമാണ്. റോബ് നിരാശയോടെ പറഞ്ഞു. ഞങ്ങൾ 2 ലാനിസ്റ്റർ കുട്ടികളെ ബന്ദികളാക്കി. വില്ലം ലാനിസ്റ്റർ, മാർട്ടിൻ ലാനിസ്റ്റർ. എഡ്മ്യൂർ പറഞ്ഞു. അവർ വെറും കുട്ടികളാണ്. 14 വയസ്സുള്ള കുട്ടികൾ. എന്റെ സഹോദരിമാരെ ടൈവിൻ പിടിച്ചുവച്ചിരിക്കുകയാണ്. എന്നിട്ടും ഞാൻ സമാധാനത്തിന് യാചിച്ചോ? റോബ് ചോദിച്ചു. ഇല്ല. എഡ്മ്യൂർ തലതാഴ്ത്തി. പിന്നെ ഈ കുട്ടികളെ വെച്ച് ടൈവിൻ സമാധാനം പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? നമുക്ക് നമ്മുടെ സൈന്യത്തെ ആവശ്യമുണ്ട്. റോബ് ഓർമ്മിപ്പിച്ചു പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ ടൈവിൻ ലാനിസ്റ്റർ സ്മോൾ കൗൺസിൽ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. പൈസൽ, വാരീസ്, ലിറ്റിൽ ഫിംഗർ എന്നിവർ നിശബ്ദരായിരിക്കുന്നു. ടിരിയൻ അങ്ങോട്ട് കടന്നുവന്നു. സെർസി ഒരു കസേര വലിച്ചിട്ട് അച്ഛന്റെ തൊട്ടടുത്തിരുന്നു. ബാക്കിയുള്ളവർ പരിഹസിച്ചു ചിരിച്ചു. ടിരിയൻ വിട്ടുകൊടുത്തില്ല. അവൻ മേശയുടെ അങ്ങേത്തലയ്ക്കൽ കിടന്ന കസേര വലിയ ശബ്ദത്തോടെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് മേശയുടെ ഒരറ്റത്ത് അച്ഛന് അഭിമുഖമായിരുന്നു. നല്ല കസേരകൾ. പഴയ മുറിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടു. ടിരിയൻ പരിഹസിച്ചു പറഞ്ഞു. ജൈമയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ടൈവിൻ ഗൗരവത്തിൽ ചോദിച്ചു. ആർക്കും ഉത്തരമില്ലായിരുന്നു. 20,000 വടക്കൻ സൈനികർക്ക് ആഴ്ചകളായി അറിയാം അവൻ രക്ഷപ്പെട്ടെന്ന്. ലോകത്തിലെ എല്ലാ ചാരന്മാരും നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും അവനെ കണ്ടെത്താൻ കഴിയുന്നില്ലേ? ടൈവിൻ ദേഷ്യപ്പെട്ടു ചോദിച്ചു. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, വാരീസ് പറഞ്ഞു. കൂടുതൽ ശ്രമിക്കൂ. വേറെ എന്തു വാർത്തയാണുള്ളത്? ടൈവിൻ ചോദിച്ചു. റോബ് സ്റ്റാർക്ക് ശവസംസ്കാരത്തിനായി റിവർ റണ്ണിൽ പോയിരിക്കുകയാണ്. റൂസ് ബോൾട്ടനാണ് ഇപ്പോൾ ഹാരൻഹാൾ ഭരിക്കുന്നത്, വാരീസ് പറഞ്ഞു. അവൻ അത് ഭരിക്കട്ടെ. ലൈസ ആറിനെ വശത്താക്കാൻ ലിറ്റിൽ ഫിംഗറിന് പോകാം. അങ്ങനെ റോബിന്റെ സ്വന്തം അമ്മായിയെ അവനെതിരെ തിരിക്കാം. ടൈവിൻ പുതിയ തന്ത്രം മെനഞ്ഞു പറഞ്ഞു. ഞാൻ പോയാൽ സാമ്പത്തിക കാര്യങ്ങൾ ആരു നോക്കും? ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. അത് ടിരിയൻ നോക്കും. പുതിയ മാസ്റ്റർ ഓഫ് കോയിൻ അവനായിരിക്കും, ടൈവിൻ പ്രഖ്യാപിച്ചു പറഞ്ഞു. ഞാനോ? എനിക്ക് പണം ചെലവാക്കാനേ അറിയൂ. അത് സമ്പാദിക്കാൻ അറിയില്ല, ടിരിയൻ എതിർത്തു പറഞ്ഞു. നീ ഇതിന് യോഗ്യനാണെന്ന് തെളിയിക്കും, ടൈവിൻ ഉറപ്പിച്ചു പറഞ്ഞു. സെർസി ഇത് കേട്ട് ചിരിച്ചു. അടുത്ത ദൃശ്യത്തിൽ റിവർലാൻഡ്സിലെ കാട്ടിലൂടെ ലോക്കിന്റെ സൈനികർ കുതിരപ്പുറത്ത് പാട്ടുപാടി പോകുന്നു. ദ ബെയർ ആൻഡ് ദ മെയ്ഡൻ ഫെയർ എന്ന പാട്ട് കാട്ടിൽ മുഴങ്ങി. കുതിരപ്പുറത്ത് ബന്ധിക്കപ്പെട്ട നിലയിൽ ജൈമയും ബ്രിയനുമുണ്ട്. ജൈമെ പുറകോട്ട് നോക്കിയാണിരിക്കുന്നത്. ഇത് അവനെ വല്ലാതെ അപമാനിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് സന്തോഷമായില്ലേ?
എനിക്ക് ആയുധം തന്നിരുന്നെങ്കിൽ അവർ നമ്മളെ പിടിക്കില്ലായിരുന്നു. ജൈമെ ബ്രിയനിനെ കുറ്റപ്പെടുത്തി. പിടിക്കുമ്പോൾ നിന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു, ബ്രിയൻ ഓർമ്മിപ്പിച്ചു. എന്റെ കൈകൾ ചങ്ങലയിലായിരുന്നു. ആളുകൾ പറയുന്നത്ര വലിയ പോരാളിയൊന്നുമല്ല നീ. ഞാൻ ചങ്ങലയിലായിരുന്നിട്ടും നീ എന്നെ തോൽപ്പിച്ചില്ല, ജൈമെ പരിഹസിച്ചു പറഞ്ഞു. രാത്രി നമ്മൾ തമ്പടിക്കുമ്പോൾ അവർ നിന്നെ ബലാത്സംഗം ചെയ്യും. ഒന്നിലധികം പേർ. നീ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി, ജൈമെ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. എതിർക്കാതെ പിന്നെ? ബ്രിയൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അവർ നിന്റെ പല്ലുകൾ അടിച്ചുകൊഴിക്കും. നീ കണ്ണടച്ച് അത് റെൻലിയാണെന്ന് വിചാരിച്ചാൽ മതി, ജൈമെ ക്രൂരമായി പറഞ്ഞു. നീയാണെങ്കിൽ എതിർക്കില്ലേ? അവർക്ക് വഴങ്ങിക്കൊടുക്കുമോ? ബ്രിയൻ ചോദിച്ചു. ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സിന്റെ ക്യാമ്പിൽ ജെൻട്രി തോറോസ് ഓഫ് മൈറിന്റെ കവചം നന്നാക്കുന്നു. ആര്യ സ്റ്റാർക്ക് ഇതുകണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു. നീ എന്തിനാ അവനെ സഹായിക്കുന്നത്? അവർ നമ്മളെ തടവിലാക്കിയതല്ലേ? ഇപ്പോൾ അവൻ നമ്മുടെ സുഹൃത്തായോ? ആര്യ ചോദിച്ചു. നിങ്ങൾ തടവുകാരല്ല, അതിഥികളാണ്, തോറോസ് പറഞ്ഞു. നിങ്ങളെ ആരും ചങ്ങലയിലിട്ടിട്ടില്ലല്ലോ. എങ്കിൽ എനിക്ക് പോകാമോ? ആര്യ വെല്ലുവിളിച്ചു ചോദിച്ചു. ഇപ്പോൾ പറ്റില്ല. പുറത്ത് അപകടമാണ്. നെഡ് സ്റ്റാർക്കിന്റെ മകൾക്ക് ഈ കാട് സുരക്ഷിതമല്ല. നിങ്ങളെ കണ്ടുപിടിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്, തോറോസ് പറഞ്ഞു. അപ്പോഴാണ് ദ ഹൗണ്ട് സാൻഡോർ ക്ലിഗേനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ആര്യ കണ്ടത്. ആൻഗി അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഭീരുവിന്റെ ആയുധമാണ് അമ്പും വില്ലും. എനിക്ക് മുഖത്തു നോക്കി കൊല്ലാനാണിഷ്ടം, ദ ഹൗണ്ട് പറഞ്ഞു. അവൻ ദ ഹൗണ്ടിന്റെ തലയിൽ ഒരു ചാക്കിട്ടു. വണ്ടി നീങ്ങിത്തുടങ്ങി. ആര്യ പോകാൻ തുടങ്ങിയപ്പോൾ ഹോട്ട് പൈ അവിടെത്തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ വരുന്നില്ല. ഞാനിവിടെ നിൽക്കുകയാണ്. അവർക്ക് എന്നെയല്ല വേണ്ടത്. ഞാൻ സ്റ്റാർക്കൊന്നുമല്ല. അവൻ ആര്യയ്ക്കു വേണ്ടി ചെന്നായയുടെ ആകൃതിയിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കിയിരുന്നു. അത് അവൾക്കു കൊടുത്തു. ഇതൊരു ചെന്നായയാണ്. ഇത് വാലാണ്, ഹോട്ട് പൈ അഭിമാനത്തോടെ പറഞ്ഞു. നന്ദി ഹോട്ട് പൈ. സൂക്ഷിക്കണം. കത്തികൊണ്ട് മുറിവേൽക്കരുത്, ജെൻട്രി അവനെ ആലിംഗനം ചെയ്തു പറഞ്ഞു. നന്ദി. നീയും സൂക്ഷിക്കണം, ആര്യ യാത്ര പറഞ്ഞു. അവൾ കുതിരപ്പുറത്ത് കയറി യാത്രയായി. പോകുമ്പോൾ ഹോട്ട് പൈ ഉണ്ടാക്കിയ ബ്രെഡ് അവൾ കഴിച്ചു. ഇതു കൊള്ളാം ഹോട്ട് പൈ, അവൾ വിളിച്ചു പറഞ്ഞു. റിവർ റണ്ണിലെ വലിയ ജനാലയിലൂടെ കാറ്റ്ലിനും ബ്രിൻഡനും പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. യുദ്ധം നടക്കുന്നുണ്ടെന്ന് ആരും പറയില്ല, കാറ്റ്ലിൻ പറഞ്ഞു. മിക്ക സ്ഥലങ്ങളിലും ഒന്നും നടക്കുന്നില്ല എന്നോർക്കുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നാറുണ്ട്, ബ്രിൻഡൻ പറഞ്ഞു. അച്ഛൻ അവസാനം സമാധാനത്തിലായിരുന്നോ? കാറ്റ്ലിൻ ചോദിച്ചു. 30 വർഷത്തെ വഴക്കിന് ശേഷം എന്തിനാണ് വഴക്കിട്ടതെന്ന് പോലും അദ്ദേഹം മറന്നിരുന്നു. എന്നെ ബ്ലാക്ക് ഫിഷ് എന്ന് വിളിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പഴയ തമാശയാണത്രേ, ബ്രിൻഡൻ ചിരിയോടെ ഓർമ്മിച്ചു പറഞ്ഞു. അദ്ദേഹം യുദ്ധത്തിനു പോകുമ്പോഴെല്ലാം ഞാൻ ഈ ജനാലയ്ക്കൽ കാത്തിരിക്കുമായിരുന്നു. എനിക്കുവേണ്ടി കാത്തിരിക്കൂ ചെറിയ പൂച്ചെ, ലിറ്റിൽ കാറ്റ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എന്റെ മക്കൾ ബ്രാനും റിക്കോണും വിന്റർഫെല്ലിൽ എനിക്കുവേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകില്ലേ? എനിക്കിനി അവരെ കാണാൻ കഴിയില്ല, കാറ്റ്ലിൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു. നീ അങ്ങനെ ചിന്തിക്കരുത്. അവർ മരിച്ചെന്ന് നമുക്കുറപ്പില്ല. റോബ് വിശ്വസിക്കുന്നത് അവർ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അവനുവേണ്ടി നീ ശക്തയായിരിക്കണം, ബ്രിൻഡൻ അവളെ ആശ്വസിപ്പിച്ചു. തടവറയിൽ താലീസ പരിക്കേറ്റ മാർട്ടിൻ ലാനിസ്റ്ററിനെ ചികിത്സിക്കുന്നു. നിങ്ങൾ റോബ് സ്റ്റാർക്കിന്റെ ഭാര്യയല്ലേ? മാർട്ടിൻ ചോദിച്ചു. അനങ്ങാതെയിരിക്കെ, താലീസ പറഞ്ഞു. റോബ് സ്റ്റാർക്ക് രാത്രിയിൽ ചെന്നായയായി മാറുമെന്നും കുട്ടികളെ തിന്നുമെന്നും കേട്ടിട്ടുണ്ട്, മാർട്ടിൻ പേടിയോടെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, പക്ഷെ പൗർണമി ഉള്ളപ്പോൾ മാത്രം. ഇന്ന് പൗർണമിയല്ലല്ലോ. പേടിക്കണ്ട, താലീസ അവനെ സമാധാനിപ്പിച്ചു പറഞ്ഞു. മതിലിനപ്പുറം ബിയോണ്ട് ദ വാൾ കൊടും തണുപ്പിലൂടെ മാൻസ് റൈഡർ, ജോൺ സ്നോ, ടോർമണ്ട്, വൈഗ്രിറ്റ്, ഒറൽ എന്നിവർ നടക്കുന്നു. മാൻസ് പെട്ടെന്ന് നിന്നു. മഞ്ഞിൽ കുതിരകളുടെ മൃതദേഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വട്ടത്തിൽ കിടക്കുന്നത് അവർ കണ്ടു. അതൊരു കലാസൃഷ്ടി പോലെ ഭയാനകമായിരുന്നു. എപ്പോഴും അവർ കലാകാരന്മാരാണ്, മാൻസ് വൈറ്റ് വാക്കറുകളെ ഉദ്ദേശിച്ചു പറഞ്ഞു. കുതിരകൾ മാത്രമേയുള്ളൂ, മനുഷ്യരില്ല, ജോൺ പറഞ്ഞു. ഇവിടെ 300ഓളം പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ വൈറ്റ് വാക്കറുകളുടെ സൈന്യമാണ്, ഡെഡ്മെൻ. മാൻസ് പറഞ്ഞു. മതിൽ കയറി ആക്രമിക്കാൻ സമയമായി. ടോർമണ്ട്, നീയും ഒറലും 20 പേരും മതിലിനു മുകളിൽ കയറി കാത്തിരിക്കണം. ഇവനെയും കൂട്ടിക്കോ, ജോണിനെ ചൂണ്ടി മാൻസ് പറഞ്ഞു. ഞാൻ വടക്ക് വലിയൊരു തീ കത്തിക്കുമ്പോൾ ആക്രമിക്കണം. നൈറ്റ്സ് വാച്ച് ക്രാസ്റ്ററിന്റെ കോട്ടയിൽ തിരിച്ചെത്തി. അവർ ആകെ തകർന്നിരുന്നു. ക്രാസ്റ്റർ അവരെ പരിഹസിച്ചു. ശൈത്യകാലം വരുമ്പോൾ നിങ്ങളുടെ വാളുകളും മതിലുകളും നിങ്ങളെ രക്ഷിക്കില്ല. ദൈവത്തോട് കൂറുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ, ക്രാസ്റ്റർ അഹങ്കാരത്തോടെ പറഞ്ഞു. സാം അവിടെ ഗില്ലി പ്രസവിക്കുന്നത് കണ്ടു. ഒരു ആൺകുട്ടിയായിരുന്നു അത്. ആൺകുട്ടികളെ ക്രാസ്റ്റർ വൈറ്റ് വാക്കറുകൾക്ക് കൊടുക്കുമെന്ന് സാമിനും ഗില്ലിക്കുമറിയാം. സാം ഭയത്തോടെ അവിടെ നിന്ന് മാറി. ഇരുട്ടിൽ ആ തൂപ്പുകാരൻ തിയോണിനെ രക്ഷിക്കാൻ വന്നു. കുരിശിൽ നിന്ന് അവനെ അഴിച്ചുമാറ്റി. മിണ്ടാതിരിക്ക്, തൂപ്പുകാരൻ പറഞ്ഞു. അവൻ തിയോണിന് കുതിരയെ നൽകി. കിഴക്കോട്ടോടിക്കോ, നിന്റെ സഹോദരി കാത്തിരിക്കുന്നു, തൂപ്പുകാരൻ പറഞ്ഞു. തിയോൺ ജീവനും കൊണ്ട് പാഞ്ഞു. അവൻ കാട്ടിലൂടെ കുതിരപ്പുറത്ത് പാഞ്ഞു.
ഡ്രാഗൺ സ്റ്റോണിൽ സ്റ്റാനിസ് ബെരാത്തിയനെ ഉപേക്ഷിച്ച് മെലിസാൻഡ്രെ പോകാനൊരുങ്ങുന്നു. സ്റ്റാനിസ് അവളെ തടയാൻ ശ്രമിച്ചു. നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് മറ്റൊരു മകനെ തരൂ, സ്റ്റാനിസ് അപേക്ഷിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. അത് നിങ്ങളെ കൊല്ലും. രാജരക്തമുള്ള വേറെ ചിലരുണ്ട്. അവരെ ബലി കൊടുക്കണം. ഞാൻ തിരിച്ചുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മെലിസാൻഡ്രെ നിഗൂഢമായി പറഞ്ഞു. അവൾ ബോട്ടിൽ കയറിപ്പോയി. അസ്താപോറിലെ ഉച്ചവെയിൽ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. കടൽത്തീരത്തുള്ള മതിലിലൂടെ ഡെനേരീസ് ടാർഗേരിയൻ, സർ ജോറ മോർമണ്ട്, സർ ബാരിസ്ഥാൻ സെൽമി എന്നിവർ നടക്കുകയാണ്. അവരുടെ യാത്ര സുഖകരമായിരുന്നില്ല. ആ പാതയുടെ ഇരുവശത്തും കണ്ട കാഴ്ചകൾ മനസ്സ് മടുപ്പിക്കുന്നതായിരുന്നു. വഴിനീളെ കുരിശിൽ തറയ്ക്കപ്പെട്ട നിലയിൽ അടിമകളുടെ മൃതദേഹങ്ങൾ. ചിലർ മരിച്ചിരുന്നു, ചിലർ മരണത്തോട് മല്ലിട്ട് ഞരങ്ങുന്നു. ഈച്ചകൾ അവരെ പൊതിഞ്ഞിരുന്നു. ഈ ശിക്ഷാമാർഗം ഒരു മുന്നറിയിപ്പാണ്, യോർ ഗ്രേസ്. ആ കാഴ്ച കണ്ട് അസ്വസ്ഥനായ ബാരിസ്ഥാൻ സെൽമി പറഞ്ഞു. ആർക്കുള്ള മുന്നറിയിപ്പ്? ഡെനരീസ് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ അടിമകൾ ചെയ്ത് തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള അടിമകൾക്ക്, ബാരിസ്ഥാൻ പറഞ്ഞു. ഒരു കുരിശിൽ ചോര വാർന്നു കിടക്കുന്ന ഒരാളെ ഡെനരീസ് കണ്ടു. അവൾക്ക് സഹിക്കാനായില്ല. നിങ്ങളുടെ വെള്ളം ഇങ്ങോട്ട് തരൂ, ഡെനരീസ് ജോറായോട് പറഞ്ഞു. ഖലീസി ഇയാളെ മരണത്തിന് വിധിച്ചതാണ്. വെള്ളം കൊടുക്കുന്നത് വെറുതെയാണ്, ജോറ ഓർമ്മിപ്പിച്ചു പറഞ്ഞു. എങ്കിലും ഡെനരീസ് അത് വകവച്ചില്ല. അവൾ ജോറായുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ആ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു. അവൾ വെള്ളം നീട്ടി. പക്ഷേ ആ മനുഷ്യൻ കുടിക്കാൻ വിസമ്മതിച്ചു. മരണമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇത് കുടിക്കൂ, ഡെനരീസ് സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷെ അയാൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകാം, യോർ ഗ്രേസ്. ഇന്ന് രാത്രി തന്നെ പോകാം, ഞാൻ അപേക്ഷിക്കുകയാണ്, ബാരിസ്റ്റൻ പറഞ്ഞു. അപ്പോൾ സൈന്യത്തിന്റെ കാര്യമോ? ജോറ ഇടപെട്ട് ചോദിച്ചു. നമുക്ക് പെൻഡോസിൽ നിന്നോ മയറിൽ നിന്നോ വാടകയ്ക്കെടുക്കാവുന്ന പടയാളികളെ കിട്ടും, ബാരിസ്റ്റൻ പറഞ്ഞു. ജോറക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ പൂർവികരുണ്ടാക്കിയ സിംഹാസനത്തിലിരിക്കണമെങ്കിൽ അത് യുദ്ധം ചെയ്തു നേടണം. അതിന് കൈകളിൽ രക്തം പുരണ്ടേ തീരൂ, ജോറ ഡെനറിസിനെ നോക്കി പറഞ്ഞു. എന്റെ ശത്രുക്കളുടെ രക്തം, അല്ലാതെ നിരപരാധികളുടേതല്ല, ഡെനറീസ് തിരിച്ചടിച്ചു പറഞ്ഞു. അവർ നടത്തം തുടർന്നു. കിങ്സ് ലാൻഡിംഗ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഖലീസി. ഞാൻ കണ്ടത് അറപ്പാണ്. കുഞ്ഞുങ്ങൾ, കുട്ടികൾ, വൃദ്ധർ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. വാളെടുക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ മൃഗം ഉണരും. എന്നാൽ അൺസല്ലീഡ് അങ്ങനെയല്ല. അവർ മനുഷ്യരല്ല. അവർ ബലാത്സംഗം ചെയ്യില്ല. ഉത്തരവില്ലാതെ അവർ നഗരങ്ങൾ കത്തിക്കില്ല. അവരെ വാങ്ങിയാൽ നിങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ അവർ കൊല്ലൂ, ജോറ അൺസല്ലീഡിനെ ന്യായീകരിച്ചു പറഞ്ഞു. നിങ്ങൾ ഇതിനോട് വിയോജിക്കുന്നുണ്ടോ, സർ ബാരിസ്ഥാൻ? ഡെനേറിസ് ചോദിച്ചു. നിങ്ങളുടെ സഹോദരൻ യുദ്ധത്തിനു പോയപ്പോൾ സൈനികർ അദ്ദേഹത്തിനു വേണ്ടി മരിച്ചത് പണത്തിനു വേണ്ടിയല്ല. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നു, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയവരല്ല അവർ. അദ്ദേഹത്തിനു വേണ്ടി ചോര ചിന്തി, ബാരിസ്ഥാൻ വികാരഭരിതനായി പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ നന്നായി അറിയുമായിരുന്നോ? ഡെനേറിസ് ചോദിച്ചു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മനുഷ്യൻ, ബാരിസ്ഥാൻ പറഞ്ഞു. അവർ നടന്ന് വലിയൊരു ചത്വരത്തിലെത്തി. അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ അടിമക്കച്ചവടക്കാരനായ ക്രാസ്നീസ് മോൻ നക്ലോസും അയാളുടെ സഹായി ഗ്രേസനുമിരിക്കുന്നു. അടിമയായ മിസൻഡേ അവർക്ക് സമീപം നിൽക്കുന്നു. എല്ലാവരെയും വേണമെന്നോ? എന്റെ ചെവി കേട്ടത് തെറ്റിയതാണോ? മിസൻഡേ അത്ഭുതത്തോടെ ചോദിച്ചു. അല്ല, എനിക്കെല്ലാവരെയും വേണം, ഡെനറീസ് ഉറപ്പിച്ചു പറഞ്ഞു. മിസാൻഡേ അത് വാലീരിയൻ ഭാഷയിൽ ക്രാസ്നീസിനോട് പറഞ്ഞു. അവൾക്കത് വാങ്ങാനുള്ള കഴിവില്ല. മുലകൾ കാണിച്ച് എന്തും നേടാമെന്നാണ് ഈ വേശ്യ കരുതുന്നത്, ക്രാസ്നീസ് വാലീരിയൻ ഭാഷയിൽ അധിക്ഷേപിച്ചു പറഞ്ഞു. അസ്റ്റാപ്പോറിൽ ആകെ 8000 അൺസല്ലീഡുകളുണ്ട്. എല്ലാവരെയും വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മിസൻഡേ മാന്യമായി പരിഭാഷപ്പെടുത്തി ചോദിച്ചു. 8000 പേരെയും കൂടാതെ പരിശീലനത്തിലിരിക്കുന്നവരെയും വേണം, ഡെനറിസ് പറഞ്ഞു. യുദ്ധക്കളത്തിൽ വെച്ച് അവർ പരാജയപ്പെട്ടാൽ അത് ആസ്റ്റപ്പോറിന് നാണക്കേടാണ്, ഗ്രേഷ്യൻ വാലീരിയൻ ഭാഷയിൽ പറഞ്ഞു. പകുതി പരിശീലനം ലഭിച്ച കുട്ടികളെ വിൽക്കാൻ കഴിയില്ലെന്ന് യജമാനൻ പറയുന്നു. അവർ പരാജയപ്പെട്ടാൽ അത് നാണക്കേടാണ്, മിസൻഡേ പറഞ്ഞു. എനിക്കെല്ലാവരെയും വേണം, അല്ലെങ്കിൽ ആരെയും വേണ്ട. യുദ്ധത്തിൽ പലരും മരിക്കും. മരിച്ചവരുടെ വാളെടുക്കാൻ എനിക്ക് ആ കുട്ടികളെയും വേണം, ഡെനറിസ് പറഞ്ഞു. ഇതൊന്നും വാങ്ങാനുള്ള പണം ആ വേശ്യയുടെ കയ്യിലില്ല, ക്രസ്നീസ് പുച്ഛിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനുള്ള പണമില്ലെന്ന് യജമാനൻ പറയുന്നു, മിസൻഡേ പറഞ്ഞു. അവളുടെ കപ്പലുകൾക്ക് പകരമായി 100 പേരെ കൊടുക്കാം, അതിൽ കൂടില്ല, ക്രസ്നീസ് പറഞ്ഞു. യജമാനൻ ഉദാരമനസ്കനായതുകൊണ്ട് നിങ്ങളുടെ കപ്പലുകൾക്ക് പകരമായി, മിസൻഡേ പറയാൻ തുടങ്ങി. എനിക്ക് അവളുടെ ശരീരവടിവ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്, ക്രസ്നീസ് വൃത്തികെട്ട രീതിയിൽ ഇടയിൽ കയറി പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിന് 10 പേരെ കിട്ടും, മിസൻഡേ പറഞ്ഞു. ആ വേശ്യക്കരച്ചിൽ നിർത്തുകയാണെങ്കിൽ ഞാൻ 20 പേരെ കൂടി കൊടുക്കാം, ക്രസ്നീസ് വീണ്ടും പറഞ്ഞു. പക്ഷേ നല്ലവനായ യജമാനൻ നിങ്ങൾക്ക് 20 പേരെ തരാം, മിസൻഡേ പറഞ്ഞു. അവളുടെ കൂടെയുള്ള ഡോത്രാക്കികൾക്ക് കാഷ്ടത്തിന്റെ നാറ്റമാണ്. പന്നികൾക്ക് തീറ്റയായി അവരെ ഉപയോഗിക്കാം, ക്രാസ്നീസ് പറഞ്ഞു.
നിങ്ങളുടെ കൂടെയുള്ള ഡോത്രാക്കികൾക്ക്. മിസൻഡെയ് തപ്പിത്തടഞ്ഞു. യജമാനൻ അവർക്ക് പകരമായി 3 അൺസലീഡിനെ തരാം, മിസൻഡെയ് പറഞ്ഞു. അപ്പോൾ ചോദിക്ക് ആ തെണ്ടിയായ രാജ്ഞിയോട് ബാക്കിയുള്ള 7877 പേർക്ക് അവൾ എന്ത് വില തരുമെന്ന് ക്രെസ്നീസ് പരിഹസിച്ചു പറഞ്ഞു. ബാക്കിയുള്ള 7877 പേർക്ക് നിങ്ങൾ എന്ത് വില നൽകുമെന്ന് യജമാനൻ ചോദിക്കുന്നു, മിസൻഡെയ് ചോദിച്ചു. ഡെനേരീസ് ചുറ്റും നോക്കി. അടിമകളാക്കപ്പെട്ട ചെറിയ കുട്ടികളെ അവൾ കണ്ടു. അവൾ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് ഡ്രാഗണുകളുണ്ട്, ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് തരാം, ഡെനേരീസ് പറഞ്ഞു. മിസൻഡെയ് ഞെട്ടിപ്പോയി. ക്രാസ്നീസിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഡ്രാഗണുകളെക്കൊണ്ടാണ് നിങ്ങൾ സിംഹാസനം നേടേണ്ടത്, അടിമകളെക്കൊണ്ടല്ല, യോർ ഗ്രേസ്, ബാരിസ്ഥാൻ തടയാൻ ശ്രമിച്ചു. വേണ്ട ഖലീസി, അരുത്. ഡെനേരീസ് അവരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ പ്ലാറ്റ്ഫോമിന് അടുത്തേക്ക് നടന്നു. 3 ഡ്രാഗണുകൾ, ക്രാസ്നീസ് അത്യാഗ്രഹത്തോടെ പറഞ്ഞു. 1, ഡെനേരീസ് പറഞ്ഞു. 2, ക്രസ്നീസ് വിലപേശി പറഞ്ഞു. 1, ഡെനേരീസ് ഉറപ്പിച്ചു പറഞ്ഞു. ക്രസ്നീസ് ഗ്രേഷ്യനുമായി കൂടിയാലോചിച്ചു. അവർക്ക് ഏറ്റവും വലുതിനെ വേണം, മിസൻഡെയ് പറഞ്ഞു. ഡെനേരീസ് സമ്മതിച്ചു. നല്ലൊരു കച്ചവടം ഉറപ്പിച്ചതിന് ക്രസ്നീസ് എനിക്ക് തരുന്ന സമ്മാനമായി ഇവളെ കൂട്ടിക്കോട്ടെ, മിസൻഡെയെ ചൂണ്ടി ഡെനേരീസ് പറഞ്ഞു. എന്നെ ഒരു സമ്മാനമായി ഇപ്പോൾ തന്നെ അവർക്ക് നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു, മിസൻഡെയ് ക്രാസ്നീസിനോട് പറഞ്ഞു. ക്രാസ്നീസ് അതിനും സമ്മതിച്ചു. പിന്നീട് അവർ പുറത്തേക്ക് നടക്കുമ്പോൾ ഖലീസി, ഒരു ഡ്രാഗൺ ഏതൊരു സൈന്യത്തെക്കാളും വിലപ്പെട്ടതാണ്, ജോറ പറഞ്ഞു. എഗോൺ ടാർഗേരിയൻ അത് തെളിയിച്ചതാണ്, ബാരിസ്ഥാനും പറഞ്ഞു. ഡെനേരീസ് നിന്നു. അവൾ തിരിഞ്ഞ് അവരെ നോക്കി. നിങ്ങൾ 2 പേരും എന്നെ ഉപദേശിക്കാനുള്ളവരാണ്. നിങ്ങളുടെ ഉപദേശത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അപരിചിതരുടെ മുന്നിൽ വെച്ച് ഇനി എന്നെ ചോദ്യം ചെയ്യാൻ നിന്നാൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും പോയി ഉപദേശം കൊടുക്കേണ്ടിവരും, മനസ്സിലായോ? ഡെനേരീസ് കർശനമായി പറഞ്ഞു. അവർ 2 പേരും തലയാട്ടി. ഡെനേരീസ് മിസൻഡെയുടെ അടുത്തേക്ക് നടന്നു. നിനക്ക് പേരുണ്ടോ? ഡെനേരീസ് ചോദിച്ചു. എന്റെ പേര് മിസൻഡെയ് എന്നാണ്, യോർ ഗ്രേസ്, അവൾ പറഞ്ഞു. നിനക്ക് കുടുംബമുണ്ടോ? അച്ഛനും അമ്മയും? ഡെനേരീസ് ചോദിച്ചു. ഇല്ല, യോർ ഗ്രേസ്, ആരും ജീവിച്ചിരിപ്പില്ല, മിസൻഡെയ് പറഞ്ഞു. നീ ഇപ്പോൾ എന്റേതാണ്. എന്നോട് സത്യം പറയുക എന്നത് നിന്റെ കടമയാണ്, ഡെനേരീസ് പറഞ്ഞു. ഞാൻ ആ കുരിശിലേറ്റപ്പെട്ട അടിമയ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞത് എന്നെ മരിക്കാൻ അനുവദിക്കൂ എന്നാണ്, ഡെനേരീസ് പറഞ്ഞു. അൺസലീഡിനെക്കുറിച്ച് ക്രാസ്നീസ് പറഞ്ഞത് സത്യമാണോ? അവർ അത്രയ്ക്ക് അനുസരണയുള്ളവരാണോ? ഡെനേരീസ് ചോദിച്ചു. അവരോട് ചോദ്യങ്ങളെല്ലാം എടുത്തുമാറ്റപ്പെട്ടതാണ്. അവർ അനുസരിക്കും, അത്രമാത്രം. അവർ നിങ്ങളുടേതായാൽ പിന്നെ നിങ്ങളുടേതു മാത്രമായിരിക്കും. മരിക്കാൻ പറഞ്ഞാൽ അവർ മരിക്കും, മിസൻഡെയ് പറഞ്ഞു. ഞാൻ നിന്നെ യുദ്ധത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പട്ടിണി കിടക്കേണ്ടിവരും, അസുഖം വന്നേക്കാം, ചിലപ്പോൾ മരിച്ചേക്കാം, ഡെനേരീസ് മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. വലാർ മോർഗുലിസ്, മിസൻഡെയ് പറഞ്ഞു. എല്ലാ മനുഷ്യരും മരിക്കണം. ഡെനേരീസ് പുഞ്ചിരിയോടെ അവളെ നോക്കി. കിങ്സ് ലാൻഡിംഗിൽ ടിരിയൻ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുന്നു. ഖജനാവ് കാലിയാണെന്നും ലിറ്റിൽ ഫിംഗർ പണം കടം വാങ്ങിയിരിക്കുകയാണെന്നും അവൻ കണ്ടെത്തി. പോഡ്രിക് വേശ്യാലയത്തിൽ നിന്ന് തിരിച്ചെത്തി. ഇതാ പണം. പോഡ്രിക് പണസഞ്ചി ടിരിയന് തിരികെ നൽകി. അവർ പണം വാങ്ങിയില്ല, പോഡ്രിക് പറഞ്ഞു. അവർക്ക് നിന്നെ അത്രയ്ക്കിഷ്ടപ്പെട്ടോ? നീ എന്താ ചെയ്തത്? ടിരിയനും ബ്രോണും അത്ഭുതത്തോടെ ചോദിച്ചു. പോഡ്രിക് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ടിരിയനും ബ്രോണിനും വിശ്വസിക്കാനായില്ല. അവർ പോഡ്രിക്കിന് വീഞ്ഞൊഴിച്ചു കൊടുത്തു. അതേസമയം തിയോൺ കാട്ടിലൂടെ ഓടുകയാണ്. കുതിരപ്പുറത്ത് വരുന്ന സൈനികർ അവനെ പിന്തുടരുന്നു. അവർ അവനെ വളഞ്ഞുപിടിച്ചു. അവനെ നിലത്തിട്ട് ചവിട്ടി. അവർ അവനെ ബലാത്സംഗം ചെയ്യാൻ തുനിഞ്ഞു. വേണ്ട, എന്നെ വിടൂ, തിയോൺ അലറി പറഞ്ഞു. പെട്ടെന്നൊരമ്പ് വന്ന് സൈനികന്റെ നെഞ്ചിൽ തറച്ചു. തൂപ്പുകാരൻ അവിടെ എത്തിയിരുന്നു. അവൻ ബാക്കിയുള്ളവരെയും അമ്പെയ്തു കൊന്നു. അവൻ തിയോണിന്റെ അടുത്തേക്ക് നടന്നു. വരൂ മൈലോഡ്, ശൈത്യകാലം വരുന്നു, വിന്റർ ഈസ് കമ്മിങ്, തൂപ്പുകാരൻ തിയോണിന് കൈകൊടുത്തു പറഞ്ഞു. തിയോൺ അവനെ വിശ്വസിച്ച് കൂടെ പോയി. രാത്രി ലോക്കിന്റെ ക്യാമ്പിൽ ബ്രിയന്നെയും ജൈമേനെയും മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. ആ വലിയ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞങ്ങൾക്കൊരു വിനോദമാകട്ടെ, ലോക്ക് ആജ്ഞാപിച്ചു പറഞ്ഞു. സൈനികർ ബ്രിയന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ അലറിക്കരഞ്ഞു. ജൈമെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. നിനക്കറിയാമോ അവൾ ആരാണെന്ന്? സഫേർ ഐലൻഡിലെ പ്രഭുവിന്റെ മകളാണവൾ. അവളെ തൊടാതെ തിരിച്ചേൽപ്പിച്ചാൽ നിനക്ക് അവളുടെ ഭാരത്തിന് തുല്യമായ സഫേർ കിട്ടും. സഫേർ എന്നാൽ നീലരത്നങ്ങളാണ്, ജൈമെ ലോക്കിനോട് കള്ളം പറഞ്ഞു. ലോക്ക് അത് വിശ്വസിച്ച് ബ്രിയന്നെ തിരിച്ചു വിളിച്ചു. അവളെ തുടരുത്, അയാൾ ആജ്ഞാപിച്ചു. പിന്നീട് അയാൾ ജൈമയുടെ കെട്ടഴിച്ചു. നിങ്ങൾ മിടുക്കനാണെന്ന് കരുതുന്നു അല്ലേ? അച്ഛന്റെ പേര് പറഞ്ഞാൽ എല്ലാം നടക്കുമെന്ന്. അച്ഛൻ ഇവിടെയില്ലല്ലോ, ലോക്ക് പരിഹസിച്ചു പറഞ്ഞു. സൈനികർ ജൈമയെ ബലമായി പിടിച്ചു. ലോക്ക് ഒരു വലിയ കത്തി കൈയിലെടുത്തു. ജൈമെ പേടിച്ചു വിറച്ചു. ഇതൊരു ഓർമ്മയ്ക്കായിരിക്കട്ടെ, ലോക്ക് പറഞ്ഞു. അയാൾ ആ കത്തി ഓങ്ങിവെട്ടി. ജൈമയുടെ വലതുകൈ, വാൾ പിടിക്കുന്ന കൈ അറ്റുവീണു. ചോര ചീറ്റിത്തെറിച്ചു.
ജൈമെ അവിശ്വസനീയതയോടെ തന്റെ കൈയില്ലാത്ത കൈത്തണ്ടയിലേക്ക് നോക്കി. വേദന കൊണ്ട് അവൻ അലറിക്കരഞ്ഞു. ആ നിലവിളി കാട്ടിൽ മുഴങ്ങി. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.